കറക്റ്റ് ബോൾ അല്ലെങ്കിൽ നോ ബോൾ വിളിച്ചോണ്ടിട്ടോ. ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ഒരു പുതിയ ഗെയിമാണ്. ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ്. അതായത് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു കളി വെച്ചിട്ടുണ്ട് സമനിലായിട്ട്. അതായത് ഒരു സൂപ്പർ ഓവർ വെച്ചിട്ട് പാകിസ്ഥാന്റെ ആളുകൾ 6 ബോൾ എറിഞ്ഞതും കൊണ്ടിട്ടില്ല, ഇന്ത്യക്കാർ എറിഞ്ഞൊക്കെ മുഴുവൻ കൊണ്ട്. അപ്പൊ ഈ കളി ഇന്ത്യയിലായിട്ടാണ് നടക്കുന്നത്, കേരളത്തില്. അപ്പോൾ ഇതില് നമ്മളാ ഒരു കളി അവിടെ ഉദ്ദേശിച്ചത്. അതായത് പിച്ച് കറക്റ്റ് ആണ്. ഇവിടെ ഗൂഗിളിൽ നോക്കിയിട്ട് കറക്റ്റ് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ കറക്റ്റ് ആ ലെവലിലാണ് ഇവിടെ പിച്ച് വരച്ചത്. സ്റ്റമ്പ് വൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 6 ബോൾ എറിയാം. 6 ബോളിൽ നോ ബോൾ, ഇനിയിപ്പോൾ നോ ബോൾ എറിഞ്ഞാലും വൈഡ് എറിഞ്ഞാലും എന്തായാലും 6 ബോളെ ഒരാൾക്കുള്ളൂ. 6 ബോളിൽ എത്ര പ്രാവശ്യം സ്റ്റമ്പ് തെറിപ്പിക്കുന്നുണ്ടോ നോക്കുക. അതാണ് നമ്മളെ കളിൻ്റെ നിയമം. ഇപ്പോൾ ബോള് അവിടുന്ന് കറക്റ്റ് എറിഞ്ഞ ഒരാൾ ബോൾ ഇവിടെ പിച്ച് ചെയ്തിട്ട് ഇതിമ പോയി മുട്ടണം. ഒരിക്കലും ഇവിടെ പിച്ച് ചെയ്താണ്ട് സ്റ്റമ്പ് എന്നാൽ പോയിന്റ് കൂട്ടൂല. ഇതിൽ 6 ബോളിൽ ഇപ്പം പുറത്ത് പിച്ച് ചെയ്തിട്ട് സ്റ്റമ്പുക്കും വന്നാൽ ഔട്ടായിട്ട് കൂട്ടും, ഒരു പോയിന്റ് ആയിട്ട് കൂട്ടും. അങ്ങനെ 6 ബോളിൽ ഇനിയിപ്പോൾ 6 ബോളിൽ സ്റ്റമ്പ് ആക്കുന്ന ആളുകളാണെങ്കിൽ പോലെ അങ്ങനെ ഇപ്പോൾ നമ്മൾ 10 ആളെ ടോട്ടൽ മത്സരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ആൾ 3 ആൾ ഇപ്പോൾ 6 ബോളിലും ഫുള്ള് സ്റ്റമ്പ് എറിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒരു മത്സരം കൊടുത്തിട്ട് അതങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ചെയ്യുമായിരിക്കും. ഓടി വന്നിട്ട് ഫാസ്റ്റായിട്ട് ബോൾ എറിയാം. ഇനി അതല്ല സ്പിന്ന് എറിയാം. ഒരിക്കലും ഈ എയർ പറ്റൂല. ആക്ഷൻ ക്ലിയർ ആണോ? ആക്ഷൻ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അമ്പയർമാർ ഒരു നോ ബോൾ വിളിക്കും. പിന്നെ ഇന്നത്തെ കളിയിലും ഉണ്ട് കേട്ടോ. മിനിയാന്നത്തെ കളിയിൽ ഞാൻ വെച്ചൊരു ചലഞ്ച് പോലെ കമൻറ്റ് ചെയ്ത ആളുകൾക്ക് പോലെ 10-ാം ദിവസം ഇന്ന് എടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. നാളെ അപ്ലോഡ് ചെയ്തിട്ട് 10-ാം ദിവസം കമൻറ്റ് ചെയ്ത ആളുകളെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഒരു നറുക്കിടുന്ന ആളുകൾക്ക് ഫസ്റ്റ് സെക്കൻഡ് 3 ആൾ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഓൾക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അത് കറക്റ്റ് 10-ാം ദിവസം. അതെല്ലാ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ ഇപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തതിന് ആ ഒരു ചലഞ്ച് വെച്ചിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ആകെ അതായത് ലൈക്കിനെക്കാളും കൂടുതൽ എനിക്ക് കമൻറ്റാണ് കൂടുതൽ വന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കമൻറ്റ് ചെയ്ത ആളുകൾ ചുരുങ്ങിയത് അവർ കമൻറ്റ് ചെയ്തതിൻ്റെ കൂടുതൽ ലൈക്ക് കൂടി അടിക്കാൻ നോക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ നിർബന്ധിപ്പിക്കണില്ല. നിങ്ങൾക്ക് കളി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണല്ലോ ഇനി കാണുകയാണെങ്കിലും ലൈക്ക് അടിക്കണമെങ്കിലൊക്കെ ചെയ്യുക. കമൻറ്റ് എന്ന് വെച്ചിട്ട് നിങ്ങളെ ആവശ്യമല്ലേ. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് കുറച്ചെങ്കിലും 2 മിനിറ്റുകളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്ലിയർ ഒന്നുമില്ല, എന്നാലും നമ്മൾ സെറ്റാക്കിയിട്ട് വീഡിയോ ചെയ്ത് വരും. വീഡിയോ ആയിട്ട് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളെ ചാനൽ ANR ഗെയിമിംഗ് ചലഞ്ച് പറഞ്ഞ ചാനൽ വരും. അപ്പോൾ ഇന്നത്തെ കളി തുടങ്ങാൻ പോവാണേ. ഓക്കെ, റെഡി? വരെ ബോളോടെ. പിന്നെ നമ്മൾ എറിയാൻ പോണ ബോള് ഇതാട്ടോ. പുള്ളി മറ്റേ ഇതിന്റെ പേരെന്താ? എടാ ഈ ബോളിന്റെ പേരെന്താ? ടെന്നീസ് ബോൾ അല്ലേ? ടെന്നീസ് ബോളിൽ അതിന്റെ പേര് എനിക്ക് ക്രിക്കറ്റിൽ വലിയൊരു ഐഡിയ ഒന്നും കേട്ടോ. ഞാൻ എന്നാലും ഈ ഗെയിം ചലഞ്ച് ചെയ്യാൻ നടത്താന്നുള്ളൂ. ഇതാണ് ബോള് ഉണ്ടല്ലേ? ഈ ബോൾ കൊണ്ടാണ് പരിപാടി നടക്കാൻ പോണേ. ഓക്കെ, അപ്പൊ കീപ്പർ 2 അമ്പയർമാര്, കീപ്പർ നടുക്ക് ഞാൻ. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങിക്കോളി. ആവാ. ഒരു ബോളായിട്ടോ. ആ, 2ാമത്തെ ബോളാണേ. എത്ര ബോളായി? 4 ബോൾ എറിഞ്ഞിട്ടോ. ഒന്നാടെ കൊള്ളിച്ചിട്ടോ. കറക്റ്റ്. എത്ര ബോളായി? ഓറായി. ഒരാൾ മത്സരിച്ചിട്ട് അതിൽ 6 ബോൾ എറിഞ്ഞതിൽ ഒരു ബോൾ കൊണ്ടിട്ടുണ്ട്. ഇനി 2ാമത്തെ ആൾ അബീബാണ് മത്സരിക്കുന്നത്. കറക്റ്റ് ബോൾ അല്ലെങ്കിൽ നോ ബോൾ വിളിച്ചോണ്ടിട്ടോ. ഓ, ഒരുപാട് പരിശീലിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. രണ്ടര. എത്ര ഇപ്പോ ഞാൻ അടുത്ത് കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് ബോള്. വയൽസ് വീണിട്ടില്ല. ആ, വയൽസ് വീണിട്ടില്ല. 6 ബോൾ എറിഞ്ഞ് അതിൽ 2 കൊണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചെറുങ്ങനെ തട്ടിയിട്ടുണ്ട്. വയൽസ് വീണിട്ടില്ല. വയൽസ് വീഴാത്തോണ്ട് ഔട്ടായി കൂട്ടൂല. അടുത്ത ആള് 3ാമത്തെ ആള് മത്സരിക്കണം. അനസിട്ടോ.
അൻസിന് നമ്മളെ ചാനലിൽ ഒരുപാട് ആരാധകരുണ്ട്. ഓക്കെ, 2 ബോൾ എറിഞ്ഞു. അൻസ് സ്പിന്നാട്ടോ ബോൾ, അൻസിന്റെ ബോള്. ഓക്കെ, ഒരാളത് കഴിഞ്ഞു, 3ആളത് കഴിഞ്ഞിട്ടോ. ഇനി 4ാമത്തെ ആളാരാ? അടുത്ത ആളുടെ മത്സരിക്കണേ. മകാടെ ക്രീസ് നോക്കണ്ടോ? ഇതിക്ക് 2 സമ്മാനം ഇല്ല, 3 സമ്മാനം ഉണ്ട്. അടിപൊളി ഫാസ്റ്റ് ബോളാ. എറിഞ്ഞോ. ഓക്കെ, കിട്ടിയോ? 4 ബോൾ. 2. അതെവിടെ? കറക്റ്റാണോ? ഉള്ള ആ ബോള് സ്റ്റമ്പിന് വിട്ടിട്ടുണ്ട്. ഉള്ളിലാട്ടോ കൊണ്ടത്, ഉള്ളിലാ പിച്ച് ചെയ്ത്. 5-ല് 1 അടുത്ത അസീബാട്ടോ മത്സരിക്കാൻ പോണ. അടുത്ത ആള് 4ാമത്തെ ആള്. ഓക്കെ, റെഡി? ആ, അസീബ, നമ്മള് മുമ്പേ ഇന്ത്യയും പാകിസ്ഥാനും ഒരു കളി നടന്നേ. ഇന്ത്യക്കാര് മുഴുവൻ എറിഞ്ഞ് കൊള്ളിച്ചു കേട്ടോ. ആ, നമ്മള് കേരളത്തിലാപ്പോൾ നിൽക്കണത്. ഓക്കെ, എവിടുക്കോ ആണ് എറിയണത്. ഇനി അടുത്ത 3 ബോൾ കിട്ടുകയാണെങ്കിലോ? കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല, അടുത്ത ബോളിൽ ഓന് കിട്ടുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അവിടെ ഓക്കെ, സ്റ്റമ്പൊക്കെ എത്ര ബോളായി? ആ, ഫൈനൽ ലാസ്റ്റ് ബോള് കഴിഞ്ഞു. കിട്ടോ ബോൾട്ടോ. ഈ വ്യക്തി ആദ്യമായിട്ടാണ് കളിയിൽ പങ്കെടുക്കാൻ പോണേ. ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. ചോനൊക്കെ ഭയങ്കര തിരക്കാ. ഫുൾ പാസ്. അറിഞ്ഞോ എടേ? കൊണ്ട സ്റ്റമ്പൊക്കെ തെറിച്ചു പോകും. അടുത്ത് പിച്ചിന്റെ പ്രശ്നം അവനെ പറഞ്ഞ കാര്യമില്ല. ആ, 5 ബോളായിട്ടോ. അല്ല, 6ാമത്തെ ആളാണ് അനുസരിക്കണേ. പെരുമ്പാസ്റ്റാണ്. കറക്റ്റ് അടിപൊളി ബോളാട്ടോ. ഓക്കെ, ഫുൾ ടോസ്. റെഡി? ഫുൾ ടോസ് അല്ലട്ടോ, പിച്ച് ചെയ്യണേ. റെഡി? ഇത് കഴിഞ്ഞില്ലേ? ഇത് മത്സരിച്ചോണ്ടി. ഔട്ട്. പുറത്തുള്ള ആളാട്ടോ. ഓ, പുറത്തുള്ള ആളാണേ. ആ, റെഡി? ചെയ്തോ. അത് ഫുൾ ടോസ് ആണ്, കുഴപ്പമില്ല. ചെയ്തോ. 6 ബോൾ. അടുത്ത്
മാർബിൾ നോക്കിച്ചായില്ല. രണ്ട് ഓക്കെ എന്റെ ഏറുണ്ടോ നോക്കട്ടോ. അമ്പയറെ നോക്കിട്ടോ. ഓക്കെ ലാസ്റ്റ് ബോള് റെഡി കഴിഞ്ഞു. അടുത്താള് ഇനി നമ്മളെ കീപ്പർ നാളായിട്ട് എറിയാൻ പോണേ. അവിടെ കീപ്പർ വേറെ ആൾ നിൽക്കണ്ടേ, കീപ്പർക്ക് ബോളണ്ടേ. ഓക്കെ തുടങ്ങല്ലേ. അത് നോ ബോളാട്ടെ, ഇവിടെ വരമ ചവിട്ടിട്ടുണ്ട്. ഔട്ടാ ശരി. ഇതിലേ 10 ആൾ എഴുതിയിട്ടുള്ളൂ. 11 ആള് 2 ആൾ വന്ന പോലൊക്കെ കളിക്കണം എന്ന് നിർബന്ധമായിട്ട്. അപ്പൊ 3 ഈച്ച ബോള് അവസരം കൊടുത്തിട്ടുണ്ട്. 3 ബോൾ കേട്ടോ. റെഡി. ഒരു ബോൾ എറിഞ്ഞ് റെഡി. ഓക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തീർക്കുക. ആഗ്രഹം മാത്രമാക്കല്ലോ, ഒന്ന് ഇറങ്ങി എന്നാ ബോള്. കൂടുതൽ എറിഞ്ഞ ആളെത്ര ആളുണ്ട്? 3 ആളോ 5 ആളോ ഒരേപോലെ എറിഞ്ഞ് എത്ര എന്നെ? ഓക്കെ ഇതിലിപ്പോളേ 13 ആൾ എറിഞ്ഞിട്ടുണ്ട്. 5 ആള് ഓരോ അല്ല ഡ്രോസ്. നമുക്ക് മൊത്തത്തിൽ ഡ്രോസ് ഞെരിട്ടായിട്ടുണ്ട്. കളി കാണില്ലല്ലോ വീഡിയോയില്. ഇതിലിപ്പോ 6 ആള് പോയിന്റ് നേടിയവരുണ്ട്. അതിൽ ഒരാൾ ഫസ്റ്റ് പ്രൈസിന് രണ്ട് സ്റ്റംപ് എടുത്ത ഒരാള് അബീബ് പറഞ്ഞ ഒരാളുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഇവനെ ഫസ്റ്റ് പ്രൈസ് തീരുമാനിച്ചു. ഇനിയിപ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡും. ഇതിലിപ്പോ 6 ആളുകൾ നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. നമുക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് നറുക്കാം. ഈ 5 ആളെ നറുക്കാൻ 5 ആളെ പേരും എഴുതും. നമ്മൾ നിലത്തിട്ടിട്ട് അതിന്നൊരു നറുക്കെടുക്കുക, ഓന് 2ാം സമ്മാനം കൊടുക്കുക. പിന്നെ ഒരു നറുക്കെടുക്കുക, ഓന് 3ാം സമ്മാനം. അവിടെ പരിപാടി ഞാൻ നറുക്കെടുക്കുന്ന ആളെയാണ്. 5 ആളെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ വിതറിയിട്ടാണ്. ആദ്യം ഒരാൾ ഇവ എടുക്കും, നിലത്തുനിന്ന് എടുക്കും, അത് വായിക്കും, ഓന് 2ാം സമ്മാനം. പിന്നെ നിലത്തുനിന്ന് എടുക്കും, ഓന് 3ാം സമ്മാനം. ഓക്കെ ചെയ്യാൻ കേട്ടോ. ഒന്നോടുത്ത് ഓനാണ് സെക്കൻഡ് പ്രൈസ് കിട്ടോ. ശരി ഓന്നെ 2ാമത്തെ എടുത്തിട്ടോ. റസാഖ്. അപ്പൊ വിജയികൾക്കുള്ള സമ്മാനം കൊടുക്കാവോ? ലാസ്റ്റ് ഇട്ട് റസാഖ് അല്ലേ? റസാഖ് കൂടാ. സിദ്ദിഖോ ബാബുവോ. കളി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. റസാഖിനുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ സിദ്ദീഖ് ബാബു കൊടുക്കണം. ഇനി സെക്കൻഡ് പ്രൈസ് കിട്ടിയത് അടുത്ത് നമ്മളെ ഇർഷാദാ. കളിയില് കൊറേ 30 ഗെയിമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആദ്യം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എല്ലാ കളിയും ചിലപ്പോ ക്യാമറ പിടിക്കാനും എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്ന ആളാണ് ഇർഷാദ്. ഞാൻ ഇപ്പൊ ഇന്നോനെ അമ്പയർ എടുക്കാൻ വേണ്ടിട്ട് ഫുള്ള് സെറ്റപ്പിൽ വരാൻ തന്നെ. ഫാനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അതിനുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ സിദ്ദീഖ് ബാബുവിന് കൊടുത്തിട്ടുണ്ട്. 30 ഗെയിമില് സമ്മാനം കിട്ടിയത് അള്ളാന്റെ കൃപോട് കിട്ടിയ എന്റെ കൈകോട് കിട്ടിയ 5 ആളില് 30 ഗെയിമിലെ ഇവന്റെ കൈകൊണ്ട് കിട്ടിയല്ല, ഇന്ന് ദൈവം തമ്പുരാൻ കടാക്ഷിച്ചതാണ്. ഓക്കെ ശരി. അപ്പൊ പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടണേ അബീന് വേറൊന്നും. ഞാൻ ലൈവിൽ പോകുമ്പോൾ കമന്റിലൊക്കെ അബീന് ഫുൾ ആരാധകരാണ്. അബീന് ടീച്ചർ എന്താ ഉഷാകുമാരി എന്ന് പറഞ്ഞ ടീച്ചർ ഏതൊരു ഉഷാകുമാരി പറഞ്ഞ ടീച്ചർ ഇവന് ഭയങ്കര സപ്പോർട്ടാണ്. അബിയുടെ പാവാണ്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നേടിയ അബീവിന്
ഒന്ന് വട്ടം കൂടി അബീവിന് സമ്മാനം കൊടുക്കും. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നേടിയ അബീവിന് ഇന്ന് സമ്മാനം കൊടുക്കാൻ പോണത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലേ അബീവിന്റെ അഞ്ജനാണ് ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് അബീബിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലേ അങ്ങനെ എല്ലാരും പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എല്ലാരും പോലെ ഞാൻ ഈ ലോകത്ത് നീതില്ല. കാരണം എന്താണോ, ഇന്ന് ഇവിടെ വന്ന് 3 മണിക്ക് വന്ന് കണ്ട് പഞ്ചായത്ത് നേരത്തെ ഡ്യൂട്ടി ലീവാക്കിട്ട് 3 മണിക്ക് വന്ന് കണ്ട് ഏകദേശം 300ഓളം ഗോൾ പ്രാക്ടീസ് ചെയ്ത് ഈ ലോകത്ത് നീതി പുലർന്നു എന്നുള്ളത് സത്യമാണ്. ശരി അല്ല കൊടുക്കുക സമ്മാനം കൊടുക്കും. പിന്നെ അൻസയിൽപ്പെട്ട ആളാ. ഞാൻ കമന്റ് ചെയ്തത് മൊത്തം അനസിന് വേണ്ടിട്ട് എഴുതുന്ന ആളുകൾ. ഇന്ന് അനസും സിദ്ദീഖ് ബാബു അല്ല സിദ്ദീഖ് ബാബു എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. അന്ന് കമന്റിൽ ചോദിച്ചു കാര്യത്തില് ഇന്നല്ല ഇന്ന് വേറൊന്നുണ്ട്. ഇന്നിപ്പോ എന്നോട് ഒരാള് എനിക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ചോദിച്ചു, അത് നിങ്ങളെ എന്നും നിങ്ങളെ കൂടെ കളിക്കുന്നതാണ് ആളോട് മനസ്സിലായില്ല. തീർച്ചയായും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഫേക്ക് ഐഡി 3 ഐഡി ഞാൻ ചോദിച്ചാണ്, അല്ലാതെ വേറെ ആരും പ്രത്യേകം ചോദിച്ചൊന്നുമില്ല. അബീബിനുള്ള അൻസ് കൊടുക്കുക. അബീബ് അൻസ് എല്ലാവരോടും കൂടിയിട്ടാണ് അബീബിനുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ ശരി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല കമന്റ് എഴുതുന്ന ആളുകൾക്ക് ഈ വീഡിയോ ചലഞ്ചിൽ, അതായത് കമന്റ് ചലഞ്ച് എല്ലാ വീഡിയോ കൊണ്ട് കേട്ടോ. കഴിഞ്ഞ മിഞ്ഞാന്ന് ചെയ്ത അപ്ലോഡ് ചെയ്ത വീഡിയോ കൊണ്ട് ഈ വീഡിയോക്കൊക്കെ കമന്റ് ചലഞ്ച് ഉണ്ട്. എല്ലാ കമന്റിൽ എഴുതുന്ന വീഡിയോക്ക് കമന്റ് എഴുതുന്ന ആളുകൾ എന്തായാലും നമ്മള് സെലക്ട് ചെയ്തൊക്കെ പേര് എഴുതിച്ചിട്ട് മാർക്കിട്ടിട്ട് ഓൽ തീരുമാനിച്ചിട്ട് ഓൽക്കുള്ള പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് 3 ആൾക്ക് കൊടുക്കുന്നുണ്ടോ. നമ്മള് ചെറിയൊരു ഒന്നുകിൽ ഒരു ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു പ്രോത്സാഹന സമ്മാനം. നമ്മൾ വലിയൊരു സെറ്റപ്പ് ഒന്നും ഇപ്പൊ ഇല്ല. 10 കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയുന്ന കണ്ടീഷനിൽ നമ്മൾ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രത്യേകിച്ച് അതിനായിട്ട് കമന്റ് ചെയ്താനായിട്ട് നിൽക്കരുത്. കമന്റ് അങ്ങനല്ല, ഈ ചില ഒരാൾ കമന്റ് ചെയ്ത് ഞാൻ വീഡിയോ കമ്പനിയിൽ കണ്ട് ഞാൻ കമന്റ് ചെയ്ത് ഞാൻ പോയി അറിയാം. നിങ്ങളെ ഗെയിം പല നാടുകളിലേക്കും വേണമെന്ന് പലരും ആവശ്യപ്പെടും. ഇല്ല നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോ ഫുള്ള് ബീച്ചിൽ അങ്ങനെ ഓരോ കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ ആ ഗെയിം കൊണ്ടുവരാനുള്ള വല്ല സാഹചര്യം ഉണ്ടോന്നൊക്കെ. അപ്പൊ നിങ്ങൾ പോകണം എന്നാണ് എന്റെ അഭിപ്രായം. പുറത്തേക്ക് തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. കമന്റ് ചലഞ്ച് എല്ലാ വീഡിയോക്കും ഉണ്ട്. എതികോളി ധൈര്യമായിട്ട് 10-ാം ദിവസം നറുക്കെടുക്കും. വിജയികൾക്കുള്ള സമ്മാനം എവിടെയായാലും ഇന്ത്യയിൽ ലോകത്ത് എവിടെയായാലും അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അത് പ്രത്യേകം മറക്കണ്ട. അപ്പൊ കമന്റ് ചെയ്താനായിട്ട് നിങ്ങൾ വീഡിയോക്ക് വരരുത്. വീഡിയോ കുറച്ചെങ്കിലും ഒന്ന് വീഡിയോ കണ്ടാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൈസ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് തരാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഇന്നത്തെ കളിയോട് അവസാനിച്ച് ഇനി രസകരമായിട്ടുള്ള അടിപൊളി ഗെയിമുകളുമായിട്ട് ANR ഗെയിമിംഗ് ചലഞ്ചർ ചാനലിൽ ഞങ്ങൾ ഇനി വരും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. ശരി.